പ്രൈസ് ദ ലോർഡ്. വളരെ മനോഹരമായ ഈ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രഭാത മന്ന എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഈ പകൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അനേക ഇടങ്ങളിൽ നിന്ന് വാച്ച് ചെയ്യുന്ന അനവധി ദൈവമക്കളുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന ഇവിടെ കേൾക്കുന്ന, ഇന്ന് കേൾക്കാൻ പോകുന്ന ദൈവവചനം ഈ ദിവസം നിങ്ങൾക്ക് വേണ്ട ആത്മീയ ഭക്ഷണമായി മാറും, ബലമായി മാറും, ശക്തിയായി മാറും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സോ ഗെറ്റ് റെഡി, നമുക്ക് ഒരുങ്ങാം. പ്രാരംഭത്തിൽ നമ്മുടെ സഹോദരങ്ങൾ ചില പാട്ടുകളുടെ ഈരടികൾ പാടി അമ്മയെ നമ്മൾ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവേ, ആ കണ്ണുകളെല്ലാം അടച്ചുകൊണ്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, ഓ യഹോവയീരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നാടിപ്പീണരാ സൗഖ്യം. യഹോവ ശമ്മാ, കൂടെയിരിക്കും, നൽകുമൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവയീരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നാടിപ്പീണരാൽ സൗഖ്യം. യഹോവ ശമ്മാ, എൻ കൂടെ ഇരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി. യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഓ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. എന്റെ രക്ഷകനെ, നിന്നിൽ
സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാ മഹത്വം യേശുവിന്, എല്ലാം സ്തുതി യേശുവിന്, എല്ലാ ആരാധനയും യേശുവിന്. ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്ന കർത്താവ്, ഞങ്ങളുടെ സ്ഥിതികളെ മാറ്റുന്ന കർത്താവ്, ഞങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുന്ന കർത്താവ്. ഓ, അങ്ങയുടെ മഹത്വത്തെ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവം, അങ്ങയുടെ ശക്തിയെ വെളിപ്പെടുത്തുന്ന ദൈവം. ഓ, ഞങ്ങളുടെ തലകൾ ഉയർത്തുന്ന ദൈവം, ഞങ്ങളെ മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വന്നാൽ വിടുതല, യേശു വന്നാൽ സൗഖ്യമാ. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയാൽ. ഇവിടെ ആയിരിക്കുന്ന പ്രിയ മക്കളോട് പറയട്ടെ, നമ്മുടെ നടുവിൽ യേശു ഉണ്ട്. യൂട്യൂബിലൂടെ വാച്ച് ചെയ്യുന്നവർ നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, കർത്താവ് കൂടെയുണ്ട്. കർത്താവ് ഒരു കാര്യം ഉറപ്പോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാള്, ചേർന്ന് പറഞ്ഞു, ഒരു നാള് കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. പ്രൈസ് ഗോഡ്. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സത്യമായി സത്യമായി പറയാ, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. ചില സാഹചര്യങ്ങളിൽ ഓർത്തേക്കാം, അയ്യോ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. ഇന്ന് കർത്താവ് പറയില്ല, മോനെ ഭയപ്പെടരുത്, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു പോകരുത്, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആമേൻ. ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് സങ്കീർത്തനങ്ങൾ 37 അതിന്റെ 7-ാം വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 37 അതിന്റെ 7-ാം വാക്യം. യഹോവയുടെ 37:7. യഹോവയുടെ മുൻപാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കാം. യഹോവയുടെ മുൻപാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപയോഗം ഉപയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. ഹല്ലേലൂയ. കള്ളത്തരത്തിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നവരെ, ദുഷ്ടപ്രവർത്തികളിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നവരെ ഓർത്ത് അവര് സക്സീഡ് ആകുന്നത് കണ്ട്, അവര് വിജയിക്കുന്നത് കണ്ട് നീ മുഷിയരുത്. ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം, ഈസി ടു റീഡ് വേർഷൻ. Trust in the Lord and wait quietly for his help. Don't be angry when people make evil plans and succeed. കർത്താവിൽ ആശ്രയിക്കുകയും അവന്റെ സഹായത്തിനായി നിശബ്ദമായി കാത്തിരിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവം നമ്മളെ സഹായിക്കാൻ ശക്തനാണ്. എന്നാൽ ദൈവം എല്ലാത്തിനും ഒരു ടൈം വെച്ചിട്ടുണ്ട്. God's time, perfect time. പറഞ്ഞേ, ദൈവത്തിന്റെ സമയമാണ് ഏറ്റവും പൂർണ്ണമായ, പൂർണ്ണതയുള്ള സമയം. പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ മക്കളെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു ചാടിയിട്ടുണ്ട്. പെട്ടെന്ന് ചില ഭാരങ്ങളൊക്കെ വരുമ്പോൾ, ദൈവത്തിൽ വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ, കാത്തിരിക്കുന്നതിനേക്കാൾ ഞാൻ എടുത്തു ചാടിയ ചില വിഷയങ്ങളിൽ പത്രോസിനെ പോലെ തന്നെ ചില പ്രതികൂലങ്ങൾ കണ്ടപ്പോൾ മുങ്ങി താണു പോകേണ്ട ഒരു അവസ്ഥ എൻ്റെ ലൈഫിലുണ്ടായി. പക്ഷെ പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ എടുത്തു ചാടണ്ട, ദൈവത്തിനൊരു സമയമുണ്ട്. God has a time. ഇന്ന് പകൽ കർത്താവ് ആരോടൊക്കെയോ സംസാരിക്കുക. ഇതാ, വർഷങ്ങളായി, നാളുകളായി നീ കാത്തിരുന്ന ആ ദൈവത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞു. ദൈവം എന്നോട് ആരോട് പറയാൻ? നീ കാത്തിരുന്ന, ദൈവത്തിൽ കാത്തിരുന്ന, പ്രത്യാശയോടെ കാത്തിരുന്ന, വിശ്വാസത്തോടെ കാത്തിരുന്ന ആ വിടുതലിന്റെ സമയം എത്തിക്കഴിഞ്ഞു. ആ സൗഖ്യത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞു. ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞു. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ there is a waiting time. അതൊരിക്കലും നഷ്ടമല്ല. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല. ഇവിടെ മിണ്ടാതെ, പുതിയ ട്രാൻസ്ലേഷൻ എന്താ നമ്മൾ വായിച്ചത്? നിശബ്ദനായിരിക്കുക. എങ്ങനെ ഇരിക്കുക?
നിശബ്ദനാകുക. പെറുവിറുക്കരുത്. അവിശ്വാസത്തിന് വാക്കുകൾ പറയരുത്. നിരാശയുടെ വാക്കുകൾ പറയരുത്. ഹല്ലേലൂയ. കാത്തിരിക്കുക. ദർശനത്തിന് ഹബക്കൂക്ക് 2 നമ്മൾ വായിക്കുന്നില്ലേ, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. എടുത്തേ ഹബക്കൂക്ക് 2-ാം അധ്യായത്തിലേക്ക് പോകാം. അതിന്റെ 2-ാം വാക്യമാണെന്ന് തോന്നുന്നു. യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക. കണ്ടോ, 2-ാം വാക്യം. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക. ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ആമേൻ. 3-ാം വാക്യം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് സമാപ്തിയിലേക്ക്. ആമേൻ. അത് സ്റ്റാഗ്നന്റ് ആകുന്നില്ല. അത് നിശ്ചലമായി നിൽക്കുന്നില്ല. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് ഓടിക്കൊണ്ടിരിക്കുക. അത് ചലിച്ചുകൊണ്ടിരിക്കുക. സമാപ്തിയിലേക്ക് എത്തുവാൻ. മക്കളെ, ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ദൈവം നിനക്ക് തന്ന ദർശനം, ദൈവം നിനക്ക് തന്ന ദൂത്, ദൈവം നിനക്ക് തന്ന ആലോചന, ദൈവം നിനക്ക് തന്ന സ്വപ്നം, അത് നിശ്ചലമായി നിൽക്കുന്നില്ല. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഓടിക്കൊണ്ടിരിക്കുക. അത് സമാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. അത് വരും. നിശ്ചയം. അതിനായി കാത്തിരിക്കുക. അതിനായി കാത്തിരിക്കുക. വെയിറ്റ് ഓൺ ദ ലോർഡ്. അതിനായി കാത്തിരിക്കുക. പ്രൈസ് ഗോഡ്. നമ്മൾ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് 40 വർഷം മരുഭൂമിയിൽ കൂടി ഇസ്രായേൽ ജനം കറങ്ങേണ്ടതായിട്ട് വന്നത്? വലിയ വാഗ്ദത്തം കേട്ട് ഇറങ്ങിയവരാണ്, അല്ലേ? ഞാനൊരിക്കൽ ഇസ്രായേൽ യാത്രയിൽ ആ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ ഗൈഡ് ചെയ്ത ഗൈഡ് ഇപ്രകാരം പറഞ്ഞു, ഏകദേശം 63 ദിവസം കൊണ്ട് അവര് ആ യാത്രയുടെ പകുതി എത്തി. ഇനിയൊരു 63 ദിവസം കൊണ്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കനാൻ ദേശത്ത് കയറിയനെ. പക്ഷെ 63 ദിവസം കഴിഞ്ഞപ്പോൾ കറങ്ങാൻ തുടങ്ങി. പിന്നെ 40 ദിവസം എടുത്തു കനാൻ ദേശത്തെത്താൻ. 40 വർഷം, ക്ഷമിക്കുക, 40 വർഷം എടുത്തു കനാൻ ദേശത്ത് പ്രവേശിപ്പാൻ. കാരണം എന്താ? പിറുപിറുപ്പ്. ആമേൻ. നീ ശാന്തനായിരിക്കുന്നിടത്ത് ശാന്തനായിരിക്കുക. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ശാന്തനായിരിക്കുക. ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. പ്രാരംഭത്തിൽ ഒരു ദൂത് കർത്താവ് പറഞ്ഞല്ലോ, ഇന്ന് ചിലവരുടെ സമയം എത്തിക്കഴിഞ്ഞു. വിശ്വസിക്കുന്നുണ്ടോ? അങ്ങോട്ട് come on, believe it. hallelujah. ആ ദൈവ പ്രവൃത്തിയുടെ സമയം എത്തിക്കഴിഞ്ഞു മോനെ. ആ ദൈവിക വാഗ്ദത്തങ്ങളുടെ സമയം എത്തിക്കഴിഞ്ഞു. ആമേൻ. അടുത്ത ലൈൻ എന്താ അവിടെ വായിക്കുന്നത്? അടുത്ത ലൈൻ, ആളുകൾ ദുഷ്ട പദ്ധതികൾ. അതിന്റെ പുതിയ ട്രാൻസ്ലേഷനാണ്. കാര്യസാധ്യം പ്രാപിക്കുന്നവരെ, ദുരുപായം പ്രയോഗിക്കുന്നവരെ കുറിച്ച് നീ. അപ്പൊ നമ്മളിങ്ങനെ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ, കാത്തിരിക്കുമ്പോൾ, കള്ളത്തരത്തിലൂടെയും വഞ്ചനയിലൂടെയും പല ദുഷ്ട പദ്ധതികളുടെയും പ്രവർത്തനങ്ങളുടെയൊക്കെ നേട്ടങ്ങൾ നേടുന്ന അനേകരെ നമ്മൾ കാണാറുണ്ട്. ശരിയല്ലേ? ആമേൻ. നിങ്ങൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നു, നീതിക്ക് വേണ്ടി നിൽക്കുന്നു, പാപത്തിലേക്ക് പോകാതെ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുന്നു, ദൈവത്തിനു വേണ്ടി നിൽക്കുന്നു. എന്നാൽ മറുവശത്ത് ലോകത്തെ എല്ലാവിധ തെറ്റുകളും ചെയ്ത്, പാപം ചെയ്ത്, മറ്റുള്ളവരെ ചതിച്ചു, വഞ്ചിച്ചു ഒക്കെ വേഗത്തിൽ നേട്ടങ്ങൾ നേടുന്നവരെ കാണാൻ പറ്റും. അവരൊക്കെ കാണുമ്പോൾ ചില വിശ്വാസികളുടെ ഉള്ളിലൊരു വേദനയുണ്ട്. കർത്താവേ, ഞാൻ അങ്ങക്ക് വേണ്ടി ഇത്രയൊക്കെ നിന്നിട്ട് എനിക്ക് ഒന്നും പറ്റിയില്ല. പക്ഷെ കള്ളത്തരവും വഞ്ചനയും പാപം ചെയ്തവൻ തേണ്ട ജീവിതത്തിൽ വിജയിച്ചു വരുന്നു. ശരിയല്ലേ? സങ്കീർത്തനക്കാരൻ പറയാ, ദൈവം പറയാ, അവരെ കണ്ട് നീ തളർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. ആളുകൾ
ഞാൻ പുതിയ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ആളുകൾ ദുഷ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വിജയിക്കുമ്പോൾ കോപിക്കരുതെന്ന്. ദൈവത്തോട് കോപമുണ്ടാകരുത്. പ്രൈസ് ഗോഡ്. ദൈവത്തോട് ഒരു ഉദാഹരണം വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് പോകാം. നമുക്ക് ആ ഭാഗങ്ങൾ നല്ലതുപോലെ അറിയാം. ദാനിയേലിനെതിരെ ദാനിയേൽ വിജയിക്കുന്നത് കണ്ടപ്പോൾ അസൂയക്കാരായ തൻ്റെ സഹപ്രവർത്തകർ ദാനിയേലിന്റെ വിജയത്തെ തടയുവാൻ, ഉയർച്ച തടയുവാനായി അവർ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനിടയെത്തുന്നു. ദാരിയവേശ് രാജാവിനെ സ്വാധീനിച്ച് രാജാവിലൂടെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്താണ് കൽപ്പന? 30 ദിവസം ആരോട് പ്രാർത്ഥിക്കണം? രാജാവിനോട്. ഹല്ലേലൂയ. അതല്ലേ? പ്രൈസ് ഗോഡ്. വായിച്ച ഭാഗങ്ങൾ 6-ാം അധ്യായം എടുത്തവനെ. 6:7. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുകയും. 30 ദിവസം രാജാവിനോട് മാത്രം എന്ത് ചെയ്യാവൂ? പ്രാർത്ഥിക്കാവൂ. കൽപ്പനയാണ്. ഇത് രാജാവ് മുദ്ര വെച്ചു. പ്രൈസ് ഗോഡ്. എന്തിനാ ഈ കൽപ്പന ആസൂത്രണം ചെയ്തത്? ദാനിയേലിനെ തടയാൻ, ദാനിയേലിന്റെ ഉയർച്ച തടയാൻ, ദാനിയേലിന്റെ വിജയത്തെ തടയുവാൻ, ദാനിയേലിന്റെ ഉന്നതിയെ തടയാനായി. പ്രൈസ് ഗോഡ്. 30 ദിവസം. എന്നാൽ നമ്മൾ എന്താ വായിക്കുന്നത്? 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന്. രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ അവരോട് കോപിച്ചില്ല, ദേഷ്യപ്പെട്ടില്ല, അവർക്കെതിരെ പദ്ധതികൾ നിരൂപിക്കാൻ ശ്രമിച്ചില്ല. മറിച്ച് എന്താ? വാട്ട് ഡിഡ് ഹി ഡു? എന്താണ് ദാനിയേൽ ചെയ്തത്? രേഖ പ്രതികൂലമായിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ, തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ദാനിയേൽ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറി, പ്രാർത്ഥന മുറി, എങ്ങനെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ എങ്ങനെ കാത്തിരിക്കേണ്ടത്? പ്രാർത്ഥനയിൽ കാത്തിരിക്കണം. പ്രാർത്ഥനയിൽ കാത്തിരിക്കണം. പ്രാർത്ഥനയിൽ. ആമേൻ. നമുക്ക് വായിക്കാം. യെരൂശലേമിനെ നേരെ തുറന്നിരുന്നു. മാളിക മുറിയുടെ കിളിവാതിൽ. തൻ്റെ വീട്ടിൽ എപ്പോഴും പ്രാർത്ഥനയ്ക്കായി ഒരു സ്ഥലമുണ്ടാവണം. എൻ്റെ ആത്മീയ പിതാവ് ഒരിക്കൽ എന്നോട് പറഞ്ഞു തന്ന, മോനെ, നിന്റെ വീട്ടിൽ ഒരു സ്ഥലം പ്രാർത്ഥനയ്ക്കായി നീ മാറ്റിവെക്കണം. അതൊരു അനുഗ്രഹമാണ്. ആമേൻ. ഞങ്ങളുടെ വീട്ടിൽ ഇന്നുണ്ട് ഒരു സ്പേസ് പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി ഒരു സ്ഥലം. ആമേൻ. വായിച്ചേ. അവൻ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. തനിക്കൊരു കാര്യം മനസ്സിലായി. ഈ വിഷയത്തെ ജയിക്കാൻ മാനുഷിക ശക്തി കൊണ്ട് സാധിക്കത്തില്ല, സ്വാധീനം കൊണ്ട് സാധിക്കത്തില്ല, മാനുഷിക ബലം കൊണ്ട് സാധിക്കത്തില്ല. കാര്യം ഒരിക്കൽ രേഖ എഴുതിയതാണ്. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അറിയാം, പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ അറിയാം. രാജാവ് മുദ്രയിട്ട രാജാവിന് പോലും അത് തിരുത്താൻ സാധിക്കത്തില്ല. സൈൻ ചെയ്ത രാജാവിന് പോലും അത് തിരുത്താൻ അസാധ്യമെന്ന് നീ ചിന്തിക്കുന്നത്, നടക്കത്തില്ലെന്ന് ലോകം പറയുന്നത്, നീ ദൈവസന്നിധിയിൽ ഇരുന്നാൽ യേശുവിന്റെ നാമത്തിൽ come on വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്?
ദാനിയേൽ തന്റെ വിഷയങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് കയറി. തന്റെ പ്രാർത്ഥന പായിലോട്ട് കയറി. ദൈവസന്നിധിയിലേക്ക് കയറി. പ്രാർത്ഥന പായിലോട്ട് കയറി. പ്രാർത്ഥിച്ച് 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 എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വിഷയങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് കയറുക. പ്രാർത്ഥിക്കാൻ, ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ വിഷയങ്ങൾ ഏൽപ്പിച്ച് ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഇന്ന് പ്രഭാതത്തിലുള്ള നിന്റെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് അയച്ചു തരിക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരിക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പർ നോട്ട് ചെയ്യുക. ശുശ്രൂഷകർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. എല്ലാവരും ചേർന്ന് യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. താഴെ ഭാഗങ്ങൾക്ക് വായിക്കുമ്പോൾ കാണുന്നു, അത് തന്റെ സഹപ്രവർത്തകർ കാണുകയും രാജാവിന് റിപ്പോർട്ട് കൊടുക്കുകയും ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയാനിടയായി തീർന്നു. രാജാവിന് വലിയ ഇഷ്ടമാണ് ദാനിയേലിനെ. പക്ഷേ രാജാവിന് പോലും ഒന്നും ചെയ്യുവാൻ ഇന്ന് പകൽ ലോകത്തിൽ ഒരു ബന്ധങ്ങൾക്കും ഒരു ബന്ധങ്ങൾക്ക് മോനെ ഞാൻ പറയാം, പ്രൈസ് ഗാഡ്, ലോകത്തിന്റെ ഒരു സ്വാധീനങ്ങൾക്കും ചെയ്യാൻ പറ്റാത്ത ദൈവപ്രവൃത്തി ദൈവത്തിന് ചെയ്യാൻ പറ്റും. ആ രാജ്യത്തെ രാജാവിന് ദാനിയേലിന് ഇഷ്ടമാ, ഭയങ്കര പ്രിയപ്പെട്ടവനാ. പക്ഷെ രാജാവ് അറിഞ്ഞില്ല ഈ രേഖ ദാനിയേലിന് എതിരായിരുന്നെന്ന്. രാജാവിന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ദാനിയേൽ പിടിക്കപ്പെട്ടപ്പോൾ അറിയുന്നത്. രാജാവിൽ ദുഃഖിതനായി. അന്ന് രാത്രി ഉറക്കമില്ല. കാര്യം തനിക്ക് രക്ഷിക്കാൻ സാധിക്കത്തില്ല. കാര്യം രേഖയെ തിരുത്താൻ രാജാവിന് പോലും സാധിക്കത്തില്ല. രാജ്യത്തിന് ഉന്നത അധികാരിക്ക് പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ. ഏറ്റവും വലിയ സ്വാധീനമുള്ള വ്യക്തിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആരോ ഈ നിലവാരത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന ആരോ, ഡോക്ടർമാർ കൈവിട്ട ഏതെങ്കിലും കേസുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഡോക്ടർമാർ പറയില്ല, സാധിക്കത്തില്ല. അല്ലെങ്കിൽ ഇതുപോലെ മനുഷ്യൻ നിന്നെ നോക്കി അസാധ്യമെന്ന് പറയുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അസാധ്യമെന്ന് മനുഷ്യൻ പറയുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, നടക്കത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ ഡോക്യുമെന്റ് റെഡിയാകത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ വിസ കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ ജോലി ലഭിക്കത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ, നീ ആ വിഷയം പാസ്സാകത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ, അസാധ്യമെന്ന് മനുഷ്യൻ പറയുന്ന വിഷയത്തിന് മേൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. രാജാവ് അന്ന് രാത്രി ഉറങ്ങിയില്ല. പിറ്റേ ദിവസം രാവിലെ രാജാവ് എഴുന്നേറ്റു. നേരെ ഗുഹ ലക്ഷ്യമിട്ട് സിംഹഗുഹയെ ലക്ഷ്യമിട്ട് രാജാവ് ഓടി. അതിന് 20-ാം വാക്യം വായിക്കാം. 20-ാം വാക്യം ദാനിയേൽ 6:20. ഗുഹയുടെ അരികിലെത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. അവൻ വളരെ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ജീവനുള്ള
Come on. Wow. പുള്ളി രേഖയൊക്കെ എഴുതിയെങ്കിലും പുള്ളിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ദാനിയേൽ ഒരു സാധാരണക്കാരനല്ല, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവനാണ്. ഇന്നും പകൽ പരിശുദ്ധത പറയാ, നിന്റെ ദൈവം ജീവിക്കുന്നുവെന്ന് ചുറ്റുപാടുകൾ അറിയത്തക്ക നിലയിൽ, സ്നേഹിതരറിയത്തക്ക നിലയിൽ, സമൂഹം അറിയത്തക്ക നിലയിൽ ഒരു ദൈവ പ്രവൃത്തി വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, അല്ലേ? ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, അടുത്ത വാക്യം, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന, നീ ഇടവിടാതെ സേവിച്ചു തുടരെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ. ഈ വാക്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. ആമേൻ. സിംഹക്കുഴിയും ആ പദ്ധതികൾ ആസൂത്രണം ചെയ്തവർ ഭയങ്കര ആഘോഷിക്കുക. അവർക്കറിയാം ദാനിയേൽ തീർന്നു. അവർ ചിന്തിച്ച് ദാനിയേൽ തീർന്നതാ. അവര് ചിന്തിച്ചു ദാനിയേൽ അവസാനിച്ചു. പക്ഷെ രാജാവിന് വിശ്വാസമുണ്ട്. രാജാവിനറിയാം. അപ്പൊ എന്താണ് ഉത്തരം? 21 രാജാവ് സംസാരിച്ചപ്പോൾ, ചോദിച്ചപ്പോൾ 21 വാക്യം വായിക്കാം. ദാനിയേൽ രാജാവിനോട് വാവ്, രാജാവ് ദീർഘായുസുള്ളവനായിരിക്കട്ടെ. ആമേൻ. രാജാവ് ദീർഘായുസുള്ളവനായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന്, എന്റെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ആമേൻ. ഞെട്ടിച്ചു കളഞ്ഞു. പറഞ്ഞ ഞെട്ടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. മോനെ, ഇനിയുള്ള സീസണിൽ ഇന്നലകളിൽ നിന്റെ പരാജയം കണ്ടവർ, ഇന്നലകളിൽ നിന്റെ തോൽവി കണ്ടവർ, ഇന്നലകളിൽ നീ തലകുനിച്ചെടുത്ത, നീ അപമാനം സഹിച്ചെടുത്ത, ആമേൻ, ആളുകൾ നിന്നെ നോക്കി പറയും, നീ ഞെട്ടിച്ചു കളഞ്ഞല്ലോടാ ഞങ്ങളെ. ആമേൻ. നിന്റെ ജയം ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. നിന്റെ ഉയർച്ച ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയല്ലോ. നിശ്ചലമെന്ന് ചിന്തിച്ച ദാനിയേലിന്റെ ശബ്ദം വീണ്ടും രാജ്യം കേൾക്കാൻ തുടങ്ങി. നിന്റെ സ്തുതിയെ ബന്ധിക്കാൻ പിശാചിന് സാധിക്കത്തില്ല. നിന്റെ സാക്ഷ്യത്തെ തടയാൻ അവന് സാധിക്കത്തില്ല. നിന്നിലൂടെ ഉയരേണ്ട ദൈവ മഹത്വത്തെ തടയാൻ സാത്താന് സാധിക്കത്തില്ല. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ തടയുവാൻ പിശാചിന് സാധിക്കത്തില്ല. 23 വാക്യം, 23. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട്, ഇനി ശ്രദ്ധിക്കുക, അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട്. ആ വാക്യം നോട്ട് ചെയ്യുക. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ആമേൻ. അവൻ യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. Praise God. ഞെട്ടിച്ച സാക്ഷ്യം, അത്ഭുതപ്പെടുത്തിയ സാക്ഷ്യം. ആമേൻ. ദാനിയേലിന്റെ ശബ്ദത്തെ നിശ്ചലമാക്കാൻ നോക്കിയവർ അത്ഭുതപ്പെട്ടു പോയി. അവർ അതിശയിച്ചു പോയി. പിന്നീട് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ആരൊക്കെ ദാനിയേലിനെതിരെ സിംഹത്തെയും സിംഹക്കുഴിയും ആസൂത്രണം ചെയ്തോ അവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും
സകലത്തെയും രാജാവിന്റെ കൽപ്പനയുടെ മുൻപിൽ സിംഹ കുഴിക്കകത്തേക്ക് വലിച്ചെറിയപ്പെട്ടു. ആമേൻ. ദാനിയേലിനെ നിശ്ചലമാക്കാൻ നോക്കിയവർ ദൈവം അവരെ നിശ്ചലമാക്കി. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? നിന്നെ തകർക്കാൻ നോക്കുന്നവരെ നീ തകർക്കണ്ട. ദൈവപ്രവൃത്തി അവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഞാൻ പറയുന്ന എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? പ്രതിസന്ധി ഉയർന്നപ്പോൾ ദാനിയേൽ എന്താ ചെയ്തത്? ദൈവസ്ഥനിൽ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ കാത്തിരുന്നു. എന്റെ വാക്കുകളിവിടെ നിർത്തുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനങ്ങൾ ഇന്ന് നിങ്ങളെ ശക്തീകരിക്കട്ടെ. നിരാവിലെ കേട്ട ദൂതുകൾ നിങ്ങൾ ഏറ്റെടുക്കുക. നിരാവിലെ കേട്ട ആലോചനകൾ നിങ്ങൾ ഏറ്റെടുക്കുക. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. രോഗമുള്ളടത്ത് കരങ്ങൾ വെച്ച്, ഒന്നിലധികം അസ്വസ്ഥമുള്ളവർ നെഞ്ചത്ത് കൈവച്ച് യേശു കർത്താവ് നിങ്ങളെ തൊടാൻ പോവുകയാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. എൻ്റെ ഒപ്പമുള്ള ശുശ്രൂഷകർ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട്. ഇപ്പോൾ ഈ മിനിറ്റുകൾ കഴിയുമ്പോൾ, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ മുതൽ അവർ നിങ്ങളുടെ ഫോണുകൾ എടുക്കാൻ തയ്യാറാകും. ദയവായി നമ്പർ നോട്ട് ചെയ്യുക, മിസ് ചെയ്യരുത്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പൊ രോഗമുള്ളവരൊന്ന് കരങ്ങൾ വെച്ച്, ഇപ്പോൾ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വരുന്നു. യേശുവിന്റെ നാമത്തിൽ be healed. സൗഖ്യമാകുക, സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക. In Jesus mighty name. ആമേൻ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കും. പ്രയാസപ്പെടരുത്. ദൈവം അത്ഭുതകരമായ നിലയിൽ ദൈവം നിങ്ങളെ ഈ ദിവസങ്ങൾ നടത്തും. God bless you. ഞങ്ങളുമായി ബന്ധപ്പെടാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ നോട്ട് ചെയ്യുക. ആമേൻ. നിങ്ങളെ ഞങ്ങൾ ഈ ഇവിടെ നടക്കുന്ന ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളെ രാവിലെയും മറക്കരുത്, രാവിലെ 6:30 നമുക്ക് വീണ്ടും പ്രഭാതം മന്ന എന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുണ്ട്. ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ചാനൽ ഇന്നുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂട്യൂബിലുള്ള എല്ലാ ദൈവമക്കളോടും പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ തന്നെ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതൊരു അനുഗ്രഹമാണ്. ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് അയച്ചു തരാം. ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ വീണ്ടും നമുക്ക് കാണാം. Thank you, Jesus.